വെൽക്കം ബാക്ക് ടു അബൂസ് ഗാലറി. അപ്പം ഇതിനു മുമ്പ് 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിന്റെ അഭിപ്രായങ്ങളും കമന്റുകളും എല്ലാം നിങ്ങൾ അറിയിക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ബീഫിന്റെ ഐറ്റമാണ്. ബീഫ് എന്ന് പറഞ്ഞാൽ പോത്താണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോത്താണ്. അത് മുത്തച്ഛനും മുത്തച്ഛിയൊക്കെ ആയിരിക്കും. അപ്പം ഇതൊരു 500 ഗ്രാം ബീഫാണ്, ബഫലോ മീറ്റ് ആണ്. അപ്പൊ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒരു 5 പച്ചമുളക്, 4 പച്ചമുളക്, ഒരു 3 മീഡിയം സൈസ് സവാള, ഒരു ക്യാപ്സിക്കം, ഒരു പീസ് ഇഞ്ചി, ഒരു 2 ഫ്ലേക്ക് ഓഫ് 2 കുത്തോളം വെളുത്തുള്ളി. പിന്നെ ഞാൻ അതിനകത്ത് ഇപ്പം ചില്ലി ബീഫാണെന്ന് പറഞ്ഞാലും ഒരു പ്യൂർ ചൈനീസ് ബീഫല്ല, നമ്മളുടെ മസാലകൾ ആഡ് ചെയ്ത് എന്നാൽ ഒരു 3 സോസുകൾ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഹോട്ട് ചില്ലി സോസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഇച്ചിരി സോയ സോസ്, പിന്നെ പതിയൻ ശർക്കരയും, ഓക്കെ. പിന്നെ കുറച്ച് സെലറി, ഇതൊരു നല്ല മണത്തിന് വേണ്ടി കുറച്ച് സെലറി. ഈ സെലറി ഞാൻ മേളില് ടെറസിൽ ഒരു ചെറിയൊരു ഗാർഡൻ ഉണ്ട്, കുറച്ച് പച്ചക്കറികളുണ്ട്, അതിലൊരു സെലറി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അവിടുന്ന് മോൻ കട്ട് ചെയ്തുകൊണ്ട് വന്നതാണ്, ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം ബീഫ് കട്ട് ചെയ്യാം. ബീഫ് എടുത്തിട്ട് ഒരു സെമി ലാർജ് സൈസിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഇങ്ങനെ തന്നെ എടുത്ത് ബീഫ് ഒന്ന് കുക്ക് ചെയ്യുകയാണ്. കുക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളുടെ കുക്കിംഗ് അതിൻ്റെ മെത്തേഡിനനുസരിച്ച് ഞാനത് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അപ്പം നമ്മളിത് കട്ട് ചെയ്യുന്നു, ഓക്കെ. അപ്പം നമ്മൾ ആദ്യം ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. അതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു 2 ചെറിയ സ്പൂൺ, അതായത് ഇത് നല്ല എരിവുള്ള മുളകാണ്, 2 സ്പൂൺ ഇടുന്നു. കാശ്മീരി ചില്ലി അതും ഒരു 1.5 ഈ സ്മോൾ ടീസ്പൂൺ 1.5 ഇടുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു 1/2, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ആവശ്യത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചേ ഉപ്പ് ഇടുന്നുള്ളൂ, ബാക്കി നമ്മൾ കുക്കിംഗ് ടൈമിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് പെപ്പർ, അത് ഒരു 1.5 ഈ സ്പൂണിന് 1.5 സ്പൂൺ, ഓക്കെ. ഇതാണ് നമ്മുടെ ബേസിക് മാരിനേഷൻ. നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്തതിന് ശേഷം ബീഫ് ഇതിലേക്ക് ഇടുന്നു. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിക്കുന്നു, ഓക്കെ. നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ഒരു സോസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ആ സോസിലായിരിക്കും നമ്മൾ ഫൈനലായിട്ട് ഇത് കുക്ക് ചെയ്ത് സോട്ട് ചെയ്തെടുക്കുന്നത്, ഓക്കെ. അങ്ങനെ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ബീഫ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു. വെജിറ്റബിൾ എപ്പോഴും എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാനൊന്ന് പറയുക. നമ്മൾ സവാള എടുക്കുമ്പോൾ ഇതിനകത്തെ ഈ സ്റ്റെമ്മിന്റെ സാധനം നമ്മളെപ്പോഴും ഇങ്ങനെ സ്കൂപ്പ് ചെയ്ത് കളയണം. കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ പോയിസൺ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ഈ റൂട്ട് വലിച്ചെടുക്കുന്നത് മുഴുവൻ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒനിയനിലായിരിക്കും. സോ അറിയാൻ വയ്യാത്തവർക്ക് ഇനി സവാള എടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒനിയൻ എടുത്തിട്ട് നമ്മൾ ഈ മീറ്റ് കട്ട് ചെയ്യാൻ പോകുന്ന ബീഫ് കട്ട് ചെയ്യാൻ പോകുന്ന എല്ലാം ഒരു ഡൈസായിട്ടാണ്. അപ്പം ആ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും ബാക്കി ക്യാപ്സിക്കവും ഈവൻ സവാളയെല്ലാം ആ ഒരു രീതിയിലേ വരുന്നുള്ളൂ. അപ്പം ജസ്റ്റ് ഇതിനൊന്ന് 2ആയി കട്ട് ചെയ്യുക, 4 പീസാക്കുക. വലിയ സവാള ഒരു 3 ആക്കണം, ഓക്കെ. 1, 2, 3 ഒന്ന് കട്ട് ചെയ്യുക, ക്രോസ് കട്ട് ചെയ്യുക. ഇനി നമുക്ക്
ചില്ലി ജസ്റ്റ് ചോപ്പ് ചെയ്തെടുത്താൽ മതി. ക്യാപ്സിക്കം കട്ട് ചെയ്യുക. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ ഡിഷസും വളരെ ഫാസ്റ്റായിട്ട്, അതായത് ഒരു 10 തൊട്ട് 15 മിനിറ്റിനകം കുക്ക് ചെയ്ത് എടുക്കത്തക്ക രീതിയിലുള്ള ഫുഡാണ് ഞാനെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ചില നാടൻ ഐറ്റംസ് അതിന് കുറച്ച് കുക്കിംഗ് ടൈം കൂടും. ആർക്കും ഇപ്പം താല്പര്യമില്ല, ഈ കിച്ചണിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ആർക്കും താല്പര്യമില്ല. അപ്പം അതിന് എനിക്കറിയാവുന്ന കുറെ നല്ല റെസിപ്പീസ്, അല്ലെങ്കിൽ നല്ല കുറെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. ജിഞ്ചറും ഗാർലിക്കും ഞാൻ നല്ലതായിട്ട് ചില്ലി പോലെ തന്നെ, പച്ചമുളക് പോലെ തന്നെ ചോപ്പ് ചെയ്തെടുക്കുക. എടുത്തു വെച്ചിരിക്കുന്ന ഗാർലിക് കൂടെ ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്ത് റെഡി ആയിരിക്കുന്നു. ഇനി സെലറി നമുക്ക് ഒരുപാട് വേണ്ട, ഒരു 3 എണ്ണം. അതിൻ്റെ ലീഫ് ഞാൻ എടുക്കുന്നില്ല. സാധാരണ ലീഫ് കൂടുതൽ ഉപയോഗിക്കുന്ന സൂപ്സിനകത്തൊക്കെയാണ്. ഞാൻ സെലറി എടുത്തു. അത് നല്ല തിന്നായിട്ട്, അതായത് ഇതിന് നല്ലൊരു സ്മെല്ലാണ്. പിന്നെ അപ്പം ഞാനിവിടെ തന്നെ ക്ലിപ്പിച്ച് ഞാനിവിടെ തന്നെ ഇത് വളർത്തിയതായതുകൊണ്ട്, ഫ്രഷ് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു മണവുമുണ്ട്. എടുത്തപ്പോൾ തന്നെ ഒരു മണവുമുണ്ട്. അപ്പൊ നമ്മുടെ കുക്കർ റെഡിയായി. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്യുന്നു. ഒഴിക്കുന്നു. ബീഫ് കണ്ടിട്ട് ഒരുപാട് മൂത്താണെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുക്കിംഗ് ടൈം കുറച്ച് കൂടുതൽ വേണ്ടി വരും. അതായത് സാധാരണ ബീഫിൽ ഒരു 8 വിസില് ഒക്കെ മതി. പക്ഷെ ഇതൊരു 10-11 വിസിലെങ്കിലും ചിലപ്പോൾ അടിക്കേണ്ടി വരും. നമുക്ക് നോക്കാം. ഞാനിപ്പം തൽക്കാലം ഒരു 10-11 വിസില് അടുപ്പിക്കാൻ പോവാണ്. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. കുക്കായെങ്കിൽ നമുക്ക് ഡൈസായിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 1-2 വിസിലൂടെ എടുപ്പിക്കാം. അത് നമുക്ക് നമ്മുടെ സോസ് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മളൊരു സോസ് ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പം ആ സോസിന് ടൊമാറ്റോ സോസ് ഒരു 5 സ്പൂൺ. ഇത് 500 ഗ്രാം ബീഫാണ്. അപ്പോൾ അതിനൊരു 5 സ്പൂൺ ടൊമാറ്റോ, ഓക്കെ, ടീസ്പൂൺ. പിന്നെ 1 ടീസ്പൂൺ സോയ. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ ചില്ലി സോസ്. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ സാധനം, ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് പതിയൻ ശർക്കര. അപ്പം ഈ ശർക്കര എന്ന് പറയുന്നത് അത് 1 സ്പൂൺ, ഒന്നല്ലേ ഒരു 1.5 സ്പൂൺ. ഓക്കെ,
അപ്പോൾ ഈ ശർക്കരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് തിരുവല്ല കല്ലിങ്കൽ എന്ന് പറഞ്ഞ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ശർക്കരയാണ്. ഏഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് ശർക്കരയാണ്. അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് ഈ ഇന്ത്യയിലെ മുഴുവൻ കരിമ്പിന്റെ പ്രൊഡക്ഷൻ ഇവിടെയാണ് നടക്കുന്നത്. എൻ്റെ വീടിന്റെ അടുത്ത് തന്നെ 3 കിലോമീറ്റർ 2.5 കിലോമീറ്റർ മാറിയത്. അപ്പൊ അവിടെ വില കൂടുതലാണ് ശർക്കരയ്ക്ക്, പക്ഷെ ഒറിജിനൽ പെർഫെക്റ്റ്. സാധാരണ ശർക്കരയ്ക്ക് കുമ്മായമൊക്കെ ഇടും തെളിയാനായിട്ട്. പക്ഷെ അങ്ങനെയുള്ള യാതൊരു സാധനങ്ങളും ഇല്ലാത്ത പെർഫെക്റ്റ് ആണ്. നമുക്ക് 80 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുമെങ്കിൽ 150 രൂപ കൊടുക്കണം. പക്ഷെ ക്വാളിറ്റി സാധനമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സോസ് എല്ലാം ഇതിനകത്ത് ഒഴിച്ചു ഇത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ബീഫ് എന്ന് പറയുന്നത്, ഈ ചില്ലി ബീഫ് എന്ന് പറയുന്നത് ചൈനീസ് ചില്ലി ബീഫ് അല്ല, ഒരു ഇൻഡോ ചൈനീസ് എന്നൊക്കെ പറയാം. കാരണം വെച്ചാൽ ചൈനീസിന്റെ 2-3 സോസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കി മുഴുവൻ നമ്മൾ ഇന്ത്യൻ സ്പൈസസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പം ഒരു ഇച്ചിരി എരിവുള്ളതായിരിക്കും. എരിവ് കുറച്ച് മതിയെങ്കിൽ നമ്മൾ ഈ ചില്ലി സോസും പച്ചമുളകും പിന്നെ നമ്മളുടെ ചതച്ച മുളകും ഇച്ചിരി കുറച്ചാണ്. 12 വിസിലടിച്ച നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ പോത്ത് ചേട്ടൻ ഏത് ലെവൽ വരെ ആയി. ഏതാണ്ട് വെന്ത പോലാണ്. നോക്കാം, ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. വെന്തു. അപ്പോൾ നല്ല സ്പൈസിയാണ്. എത്ര മൂത്താണേലും കിളവനാണേലും കിളവിയാണേലും ഒരു 12 വിസിൽ. ഓക്കെ, അത്രയെങ്കിലും വേണം. അപ്പം നമുക്കിത് ഒരു തിൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, ഒത്തിരി കട്ടി വേണ്ട. ചെറിയ ചൂടുണ്ട്. ചൂടിനെ വകവെക്കാതെ ഞാൻ കട്ടിങ്ങിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, അതായത് ഒരു ഈ കനമേ വരാവൂ. എന്നാൽ ഒത്തിരി അങ്ങ് തിന്നായാൽ നമ്മൾ ജസ്റ്റ് ഇളക്കിക്കൊണ്ടിരിക്കുമ്പം പൊടിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പം ഒത്തിരി പേപ്പർ കനമാകല്ലേ, എന്നാലൊരു ചെറിയ കനത്തിലും. അപ്പൊ നമ്മള് ബീഫ് കംപ്ലീറ്റ് തിൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തു. പ്ലേറ്റിലേക്ക് മാറ്റുന്നു. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് നമ്മളിത് കുക്ക് ചെയ്ത്. അപ്പം അതുപോലെ ഉണ്ട് ആ വെള്ളം. ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇത് കുക്കിങ്ങിനായിട്ട് ഇതിന് എക്സ്ട്രാ ആഡ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ കളയുക. അപ്പൊ നമ്മൾ പാൻ ഓൺ ആക്കുന്നു. മാക്സിമം ഹീറ്റ് കൊടുക്കുന്നു. ഒരു 1800. പെട്ടെന്ന് പാൻ ഒന്ന് ചൂടായി തരാനായിട്ട്. പിന്നെ നമ്മൾ ഓയിൽ ഒഴിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. ഇനി സപ്പോസ് കോക്കനട്ട് ഓയിൽ കിട്ടിയില്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന കോക്കനട്ട് ആണ്. അല്ലെങ്കിൽ പിന്നെ നെയ്യ്. ഈ ഒരു ഫുഡിന് നെയ്യ് പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇന്ന് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തില്ലെങ്കിലും മറ്റ് ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഒരു 2 ടേബിൾ സ്പൂൺ. അപ്പം നമ്മൾ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇടുന്നു. ഇത് ഈ വെളുത്തുള്ളി ഇഞ്ചിയും ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട. ജസ്റ്റ് അതിൻ്റെ ഒരു മണം ഒന്ന് മാറിയാൽ മതി. അപ്പം അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടുന്നു. അതൊന്ന് വഴറ്റുന്നു. അതിനുശേഷം നൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇടുന്നു. നന്നായിട്ട് തിളക്കുന്നു.
ഈ സമയത്ത് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുന്നു, കാരണം വെച്ചാൽ സവാള ഒന്ന് വിട്ട് വരാനായിട്ട്. കാരണം വെച്ചാൽ ഓൾറെഡി ബീഫിനകത്ത് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തായിരുന്നു. അപ്പൊ ഈ സവാള ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ഇതെല്ലാം വിട്ട് വരും. അപ്പൊ നമ്മളിനി സ്ലൈസ് ചെയ്ത് നമ്മളിത് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയും എല്ലാം ബീഫിൽ അതിൻ്റെ എക്സ്ട്രാക്ട് അതിലൊന്ന് പിടിക്കാനായിട്ട്. ഓക്കെ, നന്നായിട്ടൊന്ന് ഒരു 3 മിനിറ്റ് മാക്സിമം. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന റൈസായി തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സോസ് എല്ലായിടത്തും വരത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്യുക. അത് നമ്മൾ ആ പതിയൻ ശർക്കര സാധാരണ ഫുഡിനകത്ത് ഈ സോസസ് ആഡ് ചെയ്യുമ്പം പഞ്ചസാര ആഡ് ചെയ്യും. പക്ഷെ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ശർക്കര ആഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഞ്ചസാര അങ്ങനെ പൊതുവെ ഉപയോഗിക്കാറില്ല. ഞാൻ ശർക്കരയാണ് എല്ലാം ഉപയോഗിക്കുന്നത്. ഒന്നത്, പിന്നെ ആ സോൾട്ട് കണ്ടന്റ് ഇതിനകത്ത് കൊടുക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ അത് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ്. ബീഫൊക്കെ എടുത്താൽ നല്ല ദൃഢതയോടെ കിട്ടും. ടെൻഡർ ആയിരിക്കും, എന്നാൽ നല്ല ക്രിസ്പി ബീഫായിരിക്കും. അതുകൊണ്ട് ഓൾമോസ്റ്റ് ബീഫ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരോമ മണം തരുന്ന സെലറി ഇട്ട് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു മുള്ളു ഉപ്പൂടെ. സ്പൈസി ചില്ലി ബീഫ് റെഡി. അപ്പൊ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ ടേസ്റ്റ്. ചപ്പാത്തിയോട് കഴിക്കാം, നാൻ, റൊട്ടി, പൊറോട്ട വേണ്ടുവന്നാൽ നമ്മൾ പ്ലെയിൻ റൈസ്, ബിരിയാണി റൈസ് എടുത്തിട്ട് അതിൻ്റെ കൂടെ വേണേലും കഴിക്കാം. സ്പൈസി ചില്ലി ബീഫ് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇത് ശരിക്കും നല്ല ടേസ്റ്റായിട്ട് ഉള്ളൊരു ഡിഷാണ്. ഇത് വളരെ ഈസിയാണ്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നല്ല കളർഫുള്ളാണ്, അധികം സമയമൊന്നും വേണ്ട. മാക്സിമം 15 മിനിറ്റ്സ്. നമുക്ക് ഈ ഇതിൻ്റെ വെജിറ്റബിൾസും അല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ബീഫും കുക്ക് ചെയ്യുന്ന സമയം ഒഴിച്ചാൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അതുപോലെ തന്നെ ഞാനിപ്പം വലിയ ക്യൂബായിട്ട് കാണിച്ചിരിക്കുന്ന ബീഫ് നമ്മൾ ഇതുപോലെ കുക്ക് ചെയ്ത് ആ വെള്ളത്തോടു കൂടി ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2-3 മാസം അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ എടുത്തിട്ട് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് എടുത്തിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ മിനിറ്റ്സിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും.
അപ്പൊ അതൊരു വലിയ ഒരു കാര്യമാണ് ഇത്. ഞാൻ സാധാരണ ഇങ്ങനെ ക്യൂബായിട്ട് കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും പെട്ടെന്ന് ഒരു എമർജൻസി വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ഇതിൽ കുറച്ചെടുത്ത് ഒരു പോർഷൻ എടുത്ത് സ്ലൈസ് ചെയ്ത് ഇതുപോലെ കുക്ക് ചെയ്ത് സെർവ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ്. പിന്നെ പിള്ളേർക്കും കൊച്ചു പിള്ളേർക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ട്രൈ ചെയ്യുക. പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും നല്ലതും ചീത്തയായിക്കോട്ടെ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇടുക, അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, അടുത്ത ഒരു മെനു, അടുത്ത ഒരു ഡിഷുമായിട്ട് ഉടനെ നമുക്ക് കാണാം. ബൈ.